നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആത്മബലം നൽകുന്ന സൂര്യഭഗവാൻ. ഈ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് ഡോക്ടർ കെ രാജഗോപാലൻ അയ്യർ, വീനസ് ആസ്ട്രോ റിസർച്ച് സെന്റർ, വാഴപ്പള്ളി, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9249769094. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എല്ലാ ഗ്രഹങ്ങൾക്കും ജ്യോതിഷത്തിനും അടിസ്ഥാനമായ ഗ്രഹമാണ് സൂര്യൻ. ഭൂമിക്ക് തൻ്റെ പ്രകാശത്തെ നൽകുന്നവൻ. സൂര്യൻ ഏകദേശം 9 കോടി മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ വ്യാസം ഏതാണ്ട് 8,64,000 മൈലും സെക്കൻഡിലാകട്ടെ 1,84,000 മൈൽ വേഗത്തിലും സഞ്ചരിക്കുന്ന സൂര്യരശ്മികൾ നമ്മുടെ ഭൂമിയിൽ എത്തിച്ചേരുന്നതിന് 8 മിനിറ്റുകൾ എടുക്കുന്നു. 12 രാശികളെ കടന്നു ചെല്ലുന്നതിന് ഈ സൂര്യനെ എടുക്കുന്നത് ഉദ്ദേശം 1 വർഷമാണ്. സൂര്യഗ്രഹ ക്ഷേത്രം എന്നാൽ ആടുതുറൈ, അതിദേവത അഗ്നി, പ്രതലം ദൃഢമായ പ്രതലം. സൂര്യശക്തി കൂടിയ സമയം നട്ടുച്ചയ്ക്കാണ്. പ്രവൃത്തി സ്വഭാവം സ്ഥിരമായതാണ്. പ്രവൃത്തി സമയമാകട്ടെ പ്രവേശനം മുതൽ ഉദിക്കുന്ന ഭാഗം പിന്നോട്ടാണ്. ചലിക്കുന്ന സ്ഥലം മല, കാട് എന്നിവ. വിംശോത്തരി ദശ 6 വർഷം. പ്രായം വൃദ്ധാവസ്ഥ. മനുഷ്യ ശരീരത്തിലെ കാരകത്വം വഹിക്കുന്നത് ആത്മാവിനും ശരീരത്തിനുമാണ്. കണ്ണുകളുടെ പ്രത്യേകത തേൻ നിറം. രോമത്തിൻ്റെ സ്വഭാവം ചെറിയത്. ശരീരപ്രകൃതി അല്പ തടിച്ച പ്രകൃതി. പഞ്ചഭൂത ഭാവം അഗ്നി. ത്രിഗുണങ്ങളിൽ സത്വഗുണം വഹിക്കുന്നു. നോക്കുന്ന ദിശ മേൽപോട്ട്. സൂര്യൻ്റെ ദശയാകട്ടെ കിഴക്കാണ്. ഗ്രഹം ഒരു രാശിയെ കടക്കാനെടുക്കുന്ന സമയം 1 മാസം. സൂര്യൻ്റെ ശത്രുഗ്രഹങ്ങൾ ശനി, ശുക്രൻ, രാഹു, കേതു എന്നിവ. സൂര്യന് സമനായ ഗ്രഹം ബുധനാകുന്നു. ഗ്രഹങ്ങളിൽ മിത്രമായ ഗ്രഹങ്ങൾ ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം. സൂര്യൻ്റെ നക്ഷത്രം കാർത്തിക, ഉത്രം, ഉത്രാടം. സൂര്യൻ്റെ ഇരിപ്പിടം അഥവാ രാശി സിംഹരാശി. ഉച്ചരാശി മേടം. നീചരാശി തുലാം. മൂലത്രികോണം ചിങ്ങം തന്നെയാണ്. ഗ്രഹങ്ങളുടെ സ്ഥലം പൂജ ചെയ്യുന്ന സ്ഥലം. ഗ്രഹങ്ങളുടെ വസ്ത്രം ചുവപ്പ് പട്ട്. സൂര്യൻ്റെ കാരകത്വം പിതാവ്, ശരീരം. സൂര്യൻ്റെ സ്വാദ് എരിവ്. രോഗം പിത്തം. ലോഹം ചെമ്പ്. ധാന്യം ഗോതമ്പ്. ആസനരൂപം വട്ടത്തിലുള്ള രൂപം. വാഹനം രഥം, മയിൽ. ദിക്ക് നടുക്ക്. സമിത്ത് എരുക്ക്. രത്നം മാണിക്യം. പൂവ് ചെന്താമര. നിറം ചുവപ്പ്. ഗുണം ക്രൂരം. ലിംഗം ആണ്. രൂപം നടുത്തരം. ശനിയുടെ നോട്ടം പല ദുഃഖം കൊണ്ട് ശരീരം ബലഹീനമായവർ, ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധയില്ലാത്തവർ, മന്ദബുദ്ധിയുള്ളവർ. സൂര്യനോട് മറ്റ് ഗ്രഹങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇനി പറയുന്നത്. സൂര്യനും ചന്ദ്രനും കൂടെ ചേർന്ന് നിന്നാൽ സ്ത്രീകൾക്ക് അടിമയാകും. എന്നാൽ സമ്പന്നനും സാമർഥ്യമുള്ളവനുമായിരിക്കും. ചാരായം, കള്ള് പോലുള്ള ലഹരി സാധനങ്ങൾ വിൽക്കുന്നവനുമാകും. സൂര്യനും ചൊവ്വയും തമ്മിൽ ചേർന്ന് നിന്നാൽ അറിവില്ലാത്തവൻ, ഗുസ്തിക്കാരൻ്റെ ബലവും പരാക്രമശാലിയും, ബുദ്ധിമുട്ടായ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവൻ. സൂര്യനും ബുധനും കൂടെ ചേർന്ന് നിന്നാലോ ധാരാളം സമ്പത്തുള്ളവർ, പ്രശംസ കിട്ടുന്നവർ, ജനങ്ങൾക്കും നേതാക്കൾക്കും പ്രിയങ്കരമായവർ, എല്ലാ ബഹുമാനങ്ങളും കിട്ടുന്നവരുമായിരിക്കും. സൂര്യനും വ്യാഴവും കൂടെ ചേർന്ന് നിന്നാൽ ധർമ്മം ചെയ്യുന്നവരും, മന്ത്രിയായും ബന്ധുജനങ്ങളോടും സുഹൃത്തുക്കളോടും ഇരിക്കുന്നവരും, അതുവഴി ധനസമ്പാദ്യം കിട്ടുന്നവരുമായിരിക്കും. സൂര്യനും ശുക്രനും കൂടെ ചേർന്ന് നിന്നാൽ വാർദ്ധക്യത്തിൽ കാഴ്ചശക്തി കുറയുന്നവരായും, സൈന്യാധിപനായും, സ്ത്രീ സമ്പർക്കത്താൽ ധനലാഭവും ബന്ധുക്കളോടുകൂടി ഇരിക്കുന്നവരുമായിരിക്കും. സൂര്യനും ശനിയും കൂടെ ചേർന്ന് നിന്നാൽ ലോഹം കൊണ്ടുള്ള സാധനങ്ങളെ നിർമ്മിക്കുവാൻ സാമർഥ്യമുള്ളവരും, ചെയ്യുന്ന ജോലിയെ ആഗ്രഹത്തോടെ ചെയ്യുന്നവനും, ഭാര്യയും കുട്ടികളെയും സംരക്ഷിക്കുന്നവനുമായിരിക്കും. ഗ്രഹങ്ങളുമായുള്ള സംബന്ധമുള്ള രോഗങ്ങൾ: തലച്ചോറിലെ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, തലക്കറക്കം, സെല്ലുകളിലെ രോഗം, രക്തസംബന്ധമായ അസുഖങ്ങൾ, ക്ഷീണം, തളർച്ച, രക്തധമനികളിലെ രോഗം, ദഹനക്കുറവ്, മുഖത്തെ കുരുക്കൾ, ത്വക്ക് രോഗം, തൊണ്ടയിലെ രോഗങ്ങൾ, നീണ്ടകാലം നിലനിൽക്കുന്ന വീക്കങ്ങൾ, കണ്ണ് സംബന്ധമായ അസുഖങ്ങൾ, പനി, മയക്കം, കണ്ണിലെ സമ്മർദ്ദം, അതിയായ വേദനകൾ, ഹൃദയരോഗങ്ങൾ, രക്തത്തിൻ്റെ അളവ് കുറയുന്നത് സംബന്ധിച്ചുള്ള രോഗങ്ങൾ, ജനനേന്ദ്രിയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ചിക്കൻ ബോക്സ്, ഉദര സംബന്ധമായ രോഗങ്ങൾ, തൊണ്ട ചൊറിച്ചിൽ, വൈറ്റമിൻ സി കുറയുന്നതിലുണ്ടാകുന്ന രോഗം, മൂത്രതടസ്സം, വസൂരി, നട്ടല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, സൂര്യതാപം, കഴുത്തുകാൽ തടിക്കുക, വിറയലുകൾ, മുഴകൾ,
ശാരീരിക ബന്ധം സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട്. അടിസ്ഥാന സ്വഭാവമാകട്ടെ കമ്പളം, മന്ത്രം, രാജസേവ, ഭരണാധികാരി, രാഷ്ട്രീയം, മരുന്ന്, ആഭരണം, ആയുധം, വിഷം, അഗ്നി, മല, പാമ്പ്, കാട്, വിറക്, അസ്ഥി, പിതാവ്, ശരീരസുഖം, വീര്യം, വെട്ടം, ഡോക്ടർ, ഭാഗ്യം, മോഷ്ടാവ്, കൃഷിക്കാരൻ, ദുഷ്ടൻ, എരിവ്, ചെമ്പ്, സത്വഗുണം, ചുവപ്പ് നിറം, ജോലി, കിഴക്ക്, കേന്ദ്രം, തല, ശക്തി, ആലോചന, മനോബലം, ചൂട്, ദേഷ്യം, മാണിക്യം എന്നിവയ്ക്കെല്ലാം സൂര്യൻ കാരകനായി തീരാറുണ്ട്. സൂര്യനെ മറ്റ് ഗ്രഹങ്ങൾ കാണുന്നതിൻ്റെ ഫലം: ചന്ദ്രനാണെങ്കിൽ ദാനധർമ്മം ചെയ്യും, ജോലിക്കാർ നല്ല ചിന്തകൾ, അഴകായ സ്ത്രീകളെ ആഗ്രഹിക്കും. ചൊവ്വ വീക്ഷിച്ചാൽ യുദ്ധം ചെയ്യുന്നതിൽ സാമർഥ്യം, ക്രൂരം, നന്നായിട്ട് സംസാരിക്കുന്നവനുമായി തീരും. വ്യാഴം വീക്ഷിച്ചാൽ സമ്പന്നനും ധർമ്മചിന്തയുള്ളവനും മന്ത്രിയോ സേനാനായകനോ ആയിരിക്കും. സൂര്യൻ്റെ മറ്റ് പേരുകൾ: ചുരുക്കൻ, അലരി, അണലി, അഴകൻ, അണ്ടയോനി, ആദിത്യൻ, ആദവൻ, ഏളി, എളിയോൻ, ഇരവി, കതിരവൻ, ചണ്ടൻ, ചിത്രഭാനു, ചടരോൻ, ചെങ്കതിരോൻ, ചോതി, ഞായർ, ദിനകരൻ, ദിനമണി, പകലോൻ, വെയ്യോൻ, വെൺമണി, വെഞ്ചുടർ, വാർക്കവർ, പതി. സൂര്യൻ നന്മ ചെയ്യുന്ന സ്ഥലങ്ങൾ: 2, 3, 6, 10, 11 ഭാവങ്ങളിൽ സൂര്യൻ നല്ലത് ചെയ്യുന്നു. നന്മയില്ലാത്ത സ്ഥലങ്ങളാകട്ടെ 1, 4, 5, 7, 8, 9, 12 എന്നിവയാകുന്നു. ഇനി ഓരോ ഗ്രഹങ്ങളുമായിട്ടുള്ള സൂര്യൻ്റെ ബന്ധങ്ങൾ. സൂര്യനും ചന്ദ്രനും ചൊവ്വയും കൂടെ ചേർന്ന് നിന്നാൽ പാപപ്രവൃത്തികൾ ചെയ്യുന്നതിൽ താല്പര്യമുള്ളവരും നാണമില്ലാത്തവരും രോഗം കൊണ്ടുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നവരുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ബുധനും കൂടെ ചേർന്ന് നിന്നാൽ സൗന്ദര്യവും നല്ല ശരീരാരോഗ്യവും അറിവും ഉണ്ടായിരിക്കും. സൂര്യനും ചന്ദ്രനും ഗുരുവും കൂടെ ചേർന്ന് നിന്നാൽ അമിതമായ ദേഷ്യവും കാപഢ്യമായ പ്രവൃത്തി ചെയ്യുന്നതിൽ താല്പര്യവും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യും. സൂര്യനും ചന്ദ്രനും ശുക്രനും കൂടെ നിന്നാൽ മറ്റുള്ളവരുടെ സമ്പത്തിനെ കൈക്കലാക്കാൻ സാമർഥ്യമുള്ളവരും പല സ്ത്രീകളുമായിട്ട് കൂടുന്നവരുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ശനിയും കൂടെ നിന്നാൽ കാമശാസ്ത്രത്തെ വിസ്തരിക്കുന്നതിൽ സാമർഥ്യമുള്ളവരും അറിവില്ലാത്തവരും മറ്റുള്ളവരുടെ സഹായങ്ങളിൽ ജീവിക്കുന്നവരുമായിരിക്കും. സൂര്യനും ചൊവ്വയും ബുധനും കൂടെ ചേർന്നാൽ പ്രശസ്തിയുള്ളവരും ഗുസ്തി ചെയ്യുന്നവർ, കുഴപ്പമില്ലാത്തവർ, ചീത്ത സ്വഭാവമുള്ളവരുമായിരിക്കും. സൂര്യനും ചൊവ്വയും ഗുരുവും കൂടെ ചേർന്നാൽ വാക് സാമർഥ്യമുള്ളവരും സമ്പന്നൻ, സത്യം പറയുന്നവൻ, ഭരണാധികാരിയോടൊപ്പം ജോലി ചെയ്യുന്നവനുമായിരിക്കും. സൂര്യനും ചൊവ്വയും ശുക്രനും കൂടെ നിന്നാൽ കണ്ണുകളിൽ അസുഖമുള്ളവരും തൻ്റെ കുലത്തിൻ്റെ നേതാവുമായിരിക്കും. സൂര്യനും ചൊവ്വയും ശനിയും കൂടെ നിന്നാൽ അംഗഹീനത്വമുള്ളവരും ധനമില്ലാത്തവരും രോഗത്താൽ ദുഃഖിക്കുന്നവരുമാകും. സൂര്യനും ബുധനും ഗുരുവും കൂടെ ചേർന്നാൽ കണ്ണുകളിൽ അസുഖമുള്ളവനും ധനവാനും കലാകാരനും കാവ്യം രചിക്കുന്നവനുമാകും. സൂര്യനും ബുധനും ശുക്രനും കൂടെ ചേർന്ന് നിന്നാൽ ദുഃഖമുള്ളവനും ഗുരുവിനെ നിന്ദിക്കുന്നവരും മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് ദുഃഖിപ്പിക്കുന്നവരുമാകും. സൂര്യനും ബുധനും ശനിയും കൂടെ നിന്നാൽ ശിഖണ്ഡി, എല്ലാവർക്കും ശത്രു, ബന്ധുക്കളാൽ മാറ്റിവെച്ചവർ, സ്ത്രീകൾ കാരണം നന്മയ്ക്കും തിന്മയ്ക്കും ആളാകുന്നവർ. സൂര്യനും ഗുരുവും ശനിയും കൂടെ ചേർന്നാൽ ഭംഗിയില്ലാത്തവരും സ്വാഗതത്തിന് അനർഹരായവരും ബന്ധുക്കൾക്ക് ശത്രുവുമായി ഭവിക്കും. സൂര്യനും ശുക്രനും ശനിയും കൂടെ നിന്നാൽ ശത്രുക്കളെ ഭയപ്പെടുന്നവരും നാണിക്കാത്തവരുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബുധനും കൂടെ നിന്നാൽ മറ്റുള്ളവരുടെ സാധനങ്ങളെ കൈക്കലാക്കാൻ ആഗ്രഹിക്കുകയും നിർത്താതെ സംസാരിക്കുന്നവനും രോഗമുള്ളവനുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ചൊവ്വയും ഗുരുവും കൂടെ നിന്നാൽ സമ്പന്നനും സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാത്തവരും സൗന്ദര്യമുള്ളവരും ഗുണസമ്പന്നരുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ചൊവ്വയും ശുക്രനും കൂടെ നിന്നാൽ മുതിർന്നവരോട് സൗമ്യതയോടെ സംസാരിക്കുന്നവരും അതുപോലെ തന്നെ സാമർഥ്യമുള്ളവരും വേഗമായി ധനം സമ്പാദിക്കുന്നവരുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ബുധനും ഗുരുവും കൂടെ നിന്നാൽ സ്വർണ്ണപ്പണി അല്ലെങ്കിൽ സ്ത്രീകൾ അണിയുന്ന സാധനങ്ങൾ നിർമ്മിക്കുന്നവരും നീളമായ കണ്ണുള്ളവരും ശില്പവിദ്യകൾ അറിയുന്നവരുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ബുധനും ശനിയും കൂടെ നിന്നാൽ രക്ഷകർത്താക്കളുടെ അഭിപ്രായത്തിന് വിപരീതമായി സംസാരിക്കുന്നവരും ധനം, സുഖം എന്നിവ ഇല്ലാത്തവരും എപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ഗുരുവും ശനിയും കൂടെ നിന്നാൽ സ്ത്രീകളെപ്പോലെ പെരുമാറ്റമുള്ളവർ, ശരീരബലം കുറഞ്ഞവരും എപ്പോഴും ഭയത്തോടുകൂടെ ഇല്ലാത്തവരും മനോധൈര്യം ഇല്ലാത്തവരുമായിരിക്കും. സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും കൂടെ നിന്നാൽ പല സ്ത്രീകളുമായി അടുക്കുന്നവരും മോഷ്ടാവും ശരീരാവയവങ്ങൾ നേരെയല്ലാത്തവരുമായിരിക്കും. സൂര്യനും ചൊവ്വയും ശനിയും ഗുരുവും കൂടെ നിന്നാൽ വെറി പിടിച്ചവരും ചിന്തിച്ച് പ്രവർത്തിക്കാത്തവരും തൻ്റേതായ സംഘത്തിൻ്റെ നേതാവ്, ചർച്ചയിൽ പങ്കെടുക്കുന്നവരുമായിരിക്കും. സൂര്യനും ചൊവ്വയും ശുക്രനും ശനിയും കൂടെ നിന്നാൽ ശാരീരിക വൈകല്യവും ചീത്ത പ്രവർത്തികൾ ചെയ്യുന്നവരും രണ്ട് കണ്ണുകളിലും വ്യത്യസ്തതയുള്ളവരുമായിരിക്കും. സൂര്യനും ബുധനും ഗുരുവും ശനിയും കൂടെ നിന്നാൽ ശിഖണ്ഡി സ്വഭാവമുള്ളവരും ബഹുമാനിക്കപ്പെടുന്നവരും വഴക്കുണ്ടാക്കുന്നതിൽ താല്പര്യമുള്ളവരുമായിരിക്കും. സൂര്യനും ഗുരുവും ശുക്രനും ശനിയും കൂടെ നിന്നാൽ വലിയ ആഗ്രഹങ്ങളുള്ളവരും കവിയും മുഖ്യമായവരും തൊഴിലാളികൾ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ നേതാവുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബുധനും ഗുരുവും കൂടെ നിന്നാൽ ദുഃഖത്തോടു കൂടിയവരും അധികമായി പണിയെടുക്കുന്നവരും ഭാര്യയെ പിരിഞ്ഞിരിക്കുന്നവരും അത് കാരണം ദുഃഖം അനുഭവിക്കുന്നവരുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബുധനും ശുക്രനും കൂടെ നിന്നാൽ
മറ്റുള്ളവരുടെ ജോലികൾ ചെയ്തു കൊടുക്കുവാൻ ആഗ്രഹമുള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഇല്ലാത്തവരും നപുംസകങ്ങളും സുഹൃത്ത് ബന്ധമുള്ളവരുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബുധനും ശനിയും കൂടെ നിന്നാൽ കുറഞ്ഞ ആയുസ്, ജയിൽവാസം, ധനമില്ലാത്തവർ, ഭാര്യയും കുട്ടികളും ഇല്ലാത്തവരുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ചൊവ്വയും ഗുരുവും ശുക്രനും കൂടെ നിന്നാൽ ചിലർ ജനിക്കുമ്പോൾ തന്നെ അധിക ദുഃഖമുള്ളവർ, രക്ഷാകർത്താക്കളാൽ സംരക്ഷിക്കപ്പെടാത്തവരുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ചൊവ്വയും ഗുരുവും ശനിയും കൂടെ നിന്നാൽ യുദ്ധതന്ത്രങ്ങൾ അറിഞ്ഞവരും എല്ലാ പ്രവൃത്തികളും ശ്രേഷ്ഠരുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ബുധനും ഗുരുവും ശനിയും കൂടെ നിന്നാൽ ഭയമുള്ളവരും സ്നേഹം കിട്ടിയവരും വെറി ഗുണമുള്ളവരും ദുഷ്ടരുമായിരിക്കും. സൂര്യനും ചന്ദ്രനും ഗുരുവും ശുക്രനും ശനിയും കൂടെ നിന്നാൽ സാമർത്ഥ്യമായി സംസാരിക്കും, മായാജാലങ്ങൾ കാണിക്കും, സ്ഥിരതയില്ലാത്തവരുമായിരിക്കും. സൂര്യൻ, ചൊവ്വ, ബുധൻ, ശനി, ശുക്രൻ എന്നിവർ നിന്നാൽ ധാരാളം ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ളവരും അവയുടെ അറിവ് നേടിയവരും ബന്ധുജനങ്ങൾക്ക് പ്രിയങ്കരരുമായിരിക്കും. സൂര്യൻ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി എന്നിവർ നിന്നാൽ പല ശാസ്ത്രങ്ങൾ പഠിച്ചവരും മുതിർന്നവരോട് ബഹുമാനമുള്ളവരും ദയവുള്ളവരുമായിരിക്കും. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ഗുരു, ശുക്രൻ, ശനി എന്നീ 6 ഗ്രഹങ്ങൾ നിന്നാൽ മോശമായ മനുഷ്യരായിരിക്കും, മറ്റുള്ളവരുടെ പണികളെ ചെയ്യുന്നവരും എല്ലുരുകുന്ന രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്നവരുമായിരിക്കും. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു, ശനി എന്നീ 6 ഗ്രഹങ്ങളോടൊപ്പം നിന്നാൽ മോഷ്ടാവും പല സ്ത്രീകളുമായിട്ട് കൂടുന്നവരും കുഷ്ഠരോഗികളുമായിരിക്കും. സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങൾ നിന്നാൽ പുണ്യസ്ഥലങ്ങളിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നവർ, ധനം, സന്താനഭാഗ്യം രണ്ടുമില്ലാത്തവർ, വനത്തിലും മലയിലും ജീവിക്കുന്നവരുമായിരിക്കും. ഓം ആദിത്യായ നമ എന്ന് ദിവസവും 51 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിക്കുകയാണെങ്കിൽ സൂര്യനാൽ ഉണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും മാറുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം.